എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. താമസമെന്നിയെ മേഘത്തിൽ വരും താൻ, താമസമെന്നിയെ മേഘത്തിൽ വരും താൻ. കാന്തയമെന്നെയും ചേർത്തിടും നിശ്ചയമായി, കാന്തയമെന്നെയും ചേർത്തിടും നിശ്ചയമായി. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ആനന്ദപുരത്തിലെ വാസം ഞാൻ ഓർക്കുമ്പോൾ ഇഹത്തിലെ കഷ്ടം സാരമോ. ആനന്ദപുരത്തിലെ വാസം ഞാൻ ഓർക്കുമ്പോൾ ഇഹത്തിലെ കഷ്ടം സാരമോ. പ്രത്യാശാഗാനങ്ങൾ പാടി ഞാൻ നിത്യവും, പ്രത്യാശാഗാനങ്ങൾ പാടി ഞാൻ നിത്യവും. സ്വർഗീയ സന്തോഷം ഉണ്ടെനിക്കിന്നലേക്കാൾ, സ്വർഗീയ സന്തോഷമുണ്ടെനിക്കിന്നലേക്കാൾ. എൻ പ്രിയ രക്ഷകൻ നീതിയിൻ സൂര്യനായി തേജസ്സിൽ വെളിപ്പെടുമേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്നു കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല പ്രഭാതത്തിനായിട്ട് അടിയനങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഉറങ്ങി ഉണരുവാനും കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല ദിവസം കൂടെ ദാനമായി തന്നല്ലോ. രാത്രി കാലം മുഴുവനും സുഖകരമായി ഞങ്ങളെ സൂക്ഷിച്ച് പരിപാലിച്ച് ഉറങ്ങി ഉണർന്ന് എൻ്റെ കർത്താവിൻ്റെ പാദപിടം ചേർന്നിരിപ്പാൻ സഹായിച്ചവൻ കൃപയ്ക്കായി നന്ദി കർത്താവേ, സ്തോത്രം കർത്താവേ, സ്തോത്രം സ്തോത്രം. ഈ പ്രഭാതത്തിൽ സമ്പൂർണ്ണമായിട്ടും അടിയനെ സമർപ്പിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച് പ്രിയമക്കളെ സമർപ്പിക്കുന്നു. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന പ്രിയമക്കളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയത്തെ അങ്ങയുടെ പാദപീഠം ഏൽപ്പിക്കുന്നു. കർത്താവ് ഉള്ളതുപോലെ കാണുന്നു, ഉള്ളതുപോലെ അറിയുന്നു. ഞങ്ങളുടെ സകല പ്രശ്നത്തിനും പരിഹാരം അങ്ങയുടെ പാദപീഠത്തിലുണ്ടല്ലോ. ആമേൻ. അവിടുത്തെ സന്തോഷത്തിൻ്റെ പരിപൂർണതയെ അനുഭവിച്ചുകൊണ്ട് ദിനംതോറും ജീവിപ്പാൻ ഞങ്ങളെ പിന്നെയും സഹായിക്കേണ്ടതിനായി ഏൽപ്പിച്ചു തരിക. ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടപ്പ. ഞങ്ങളുടെ ജീവിത പങ്കാളി, ദാനം തന്ന കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, അവരുടെ ജോലി, കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങൾ കർത്താവേ, ഹല്ലേലൂയ, തന്നിരിക്കുന്ന തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളുടെ ദൂരത്തും ചാരത്തുമായിരിക്കുന്ന ഓരോ പ്രിയ മക്കളെയും ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാഥ, ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം അപ്പച്ചൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുമാറാകണമേ. ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും എൻ്റെ അപ്പച്ചൻ്റെ പക്കല ദാനമായി തന്ന് സഹായിക്കേണ്ടതിനായി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പോക്കിലെ, വരവിലെ, വാഹനയാത്രയിലെ, വഴിയാത്രയിലെ, ജോലികാര്യങ്ങളിൽ, വിശ്രമവേളകളിലൊക്കെയും കൂടിയിരുന്ന് സഹായിക്കണം. ആപത്തിൽ നിന്ന്, അപകടത്തിൽ ഞങ്ങളെ വിടുവിക്കുമാറാകണം. രോഗദുഃഖാതി പകർച്ചയാതി മരണത്തിന് ഏൽപ്പിക്കാതെ ഞങ്ങളെ സൂക്ഷിക്കുമാറാകണം. ജീവനും ഭക്തിക്കും വേണ്ടുന്നത് തന്ന് ഞങ്ങളെ പോഷിപ്പിക്കുമാറാകണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്ന പിതാവേ, സ്തോത്രം സ്തോത്രം കർത്താവേ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അനുഗ്രഹിക്കണേ. സൗഖ്യത്തോടും സമാധാനത്തോടും കാത്തുകൊള്ളണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. അവരുടെ വിദ്യാഭ്യാസം മാനിക്കപ്പെടട്ടപ്പ. അവരുടെ പരീക്ഷകളിലെല്ലാം കൂടെ ഇരിക്കണമേ. നന്നായി പഠിക്കുവാൻ, പരീക്ഷ എഴുതുവാൻ, നല്ല മാർക്കോടെ പാസ്സാകുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണം. നീ അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്ന ദൈവം. ഹാലൽ. ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിയും ഞാനും അവിടുത്തെ പക്കല എൻ്റെ അപ്പച്ചൻ ദാനം കൊടുത്ത് സഹായിക്കണമേ. ചെറുതും വലുതുമായ ക്ലാസ്സുകളിൽ പഠിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് 10, 11, 12 പഠിക്കുന്ന മക്കൾ, മറ്റ് ഡിഗ്രിക്ക് പഠിക്കുന്ന മക്കൾ, വിവിധ കോഴ്സുകളിലായിരിക്കുന്നവർ, BSc നഴ്സിങ്ങിന്, എഞ്ചിനീയറിങ്ങിന്, മെഡിസിന് പഠിക്കുന്ന മക്കളുണ്ട് കർത്താവേ. OIT, IELTS, പ്രൊമറ്റി പരീക്ഷയ്ക്കും തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങൾ, പഠിക്കുന്ന മക്കൾ, ജർമ്മൻ പഠിക്കുന്നവർ, നീറ്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഓരോ മക്കളെയും പേരുപേരായി സമർപ്പിക്കുന്ന കർത്താവേ. കഴിഞ്ഞ നാളുകളിൽ മാനിച്ച കുഞ്ഞുങ്ങൾ, അനുഗ്രഹിച്ച കുഞ്ഞുങ്ങൾ, വിദേശത്ത് കടന്നുപോയ മക്കളെ, ജോലി ചെയ്യുന്നവരെല്ലാം ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. വീണ്ടും റിസൾട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, റിസൾട്ട് ലഭിച്ച കുഞ്ഞുങ്ങളുണ്ട്, വിദേശത്ത് കടന്നു പോകേണ്ടുന്നവരുണ്ട്, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവരുണ്ട് കർത്താവ്. ഇൻ്റർവ്യൂവിനായി കാത്തിരിക്കുന്ന മക്കളുണ്ട്. അങ്ങനെ പല വിഷയത്തിനും നടുവിൽ ഭാരപ്പെട്ട് ഹാലിലെ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങളെ ഒരു നാളിൽ രചിച്ചവാനോടൊന്ന് സമ്മതിക്കുന്ന ദൈവമല്ലല്ലോ, പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്. പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ടത് നിശ്ചയമാണ്. ഞങ്ങൾ കഴിഞ്ഞ നാളുകളിൽ തിരിച്ചറിഞ്ഞ് രുചിച്ചറിഞ്ഞ് പിന്നെയും പ്രതീക്ഷയോടെ കാത്തിരിക്കുമ്പോൾ സ്വർഗം ഞങ്ങളുടെ ഹല്ലേലൂയ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകും നിശ്ചയമാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. അവർ കർത്താവിനോട് ചേർന്ന് നടക്കട്ടെ. കർത്താവരെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ
വിവാഹപ്രായമായ മക്കളെ സമർപ്പിക്കട്ടെ. തക്ക തുണയൊരുക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കണം. ഹാലേലിയ. വലതിനെ ചൊല്ലി ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളുണ്ടപ്പാ, നീ അവരെ സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവേ, ജോലി ചെയ്യുന്ന മക്കൾക്കായി പ്രാർത്ഥിക്കുന്ന. ആരോഗ്യത്തിലും സമാധാനത്തിലും ജോലി ചെയ്തേറിയ പ്രതിഫലം പറ്റുവാൻ സഹായിക്കുമാറാകണം. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന കർത്താവെ, ജോലി ആഗ്രഹിച്ച് കാത്തിരിക്കുന്ന തൻ്റെ കുഞ്ഞുങ്ങൾക്ക് സ്വർഗ്ഗം അത്ഭുത വഴികളെ തുറന്നു കൊടുക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ സമയത്ത് ഹാലേലുയ കർത്താവെ, വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ല ഭാരപ്പെടുന്ന ദമ്പതിമാരെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന. തലമുറകളെ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ ഗർഭിണികളായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന. മാസം തികയോളം കൂടിയിരുന്ന് സുഖപ്രസവം നൽകണമേ. ഊനമില്ലാത്ത തലമുറ തന്ന് സഹായിക്കണമേ കർത്താവെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്ന. അങ്ങ് അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, അങ്ങയ്ക്കൊരു കാര്യവും അസാധ്യമല്ല. ഞങ്ങളത് പൂർണ്ണമായിട്ടും വിശ്വസിക്കുക. ഞങ്ങൾക്ക് പ്രയാസമുള്ളതല്ല അപ്പൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിച്ചു തരിക. സ്വർഗം സഹായിക്കും, നിശ്ചയമായി മാനിക്കും. ഹാലേലൂയ. മഹത്വമേറിയ സാക്ഷ്യത്തിനായി ഓരോ ജീവിതങ്ങളെയും ഒരുക്കും. അതോർത്ത് ഞങ്ങൾ നന്ദി പറയട്ടെ, സ്തോത്രം ചെയ്യട്ടെ. കർത്താവ്, യാത്രയിലായിരിക്കുന്ന ഓരോ മക്കളെയും സമർപ്പിക്കുന്ന. യാത്ര പോകാൻ ആഗ്രഹിക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന. എല്ലാ യാത്രകളിലും കർത്താവ് കൂടെ ഇരുന്ന് മാനിക്കുമാറാകണം. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. കുടുംബത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. പുതിയ നന്മകളും അനുഗ്രഹങ്ങളും അവരുടെ ജീവിതത്തിൽ കൊടുത്ത് മാനിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, ഈ സമയം ഹാലേലിയ കടഭാരത്തിന് നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്ന. സ്വർഗം അവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും, നിശ്ചയമായും മാനിക്കും. വസ്തുസംബന്ധമായ ചില പ്രയാസത്തിന് നടുവിൽ കൂടി കടന്നു പോകുന്ന ജീവിതങ്ങളുണ്ട് കർത്താവെ. അല്പം വസ്തു വിറ്റിട്ട് വീട് വെക്കാൻ ആഗ്രഹിക്കുന്ന ജീവിതമുണ്ട് കർത്താവെ. അത് എൻ്റെ മക്കൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ അത് ഹാലേലിയ അതിൻ്റെ ബിസിനസ് നടക്കണം കർത്താവെ. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി സ്വർഗ്ഗം അത്ഭുത വഴികളെ തുറക്കണം. നിൻ്റെ ദൂതനെ അവിടെ ഇറക്കണം. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് വലിയ ചെയ്ത് മാനിച്ച ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഈ വിഷയത്തിൻ്റെ നടുവിലും സ്വർഗത്തിലെ അപ്പച്ചൻ ഇറങ്ങി പ്രവർത്തിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവം എൻ്റെ ജീവിതത്തിൽ വലിയ ചെയ്തത് പറയുവാൻ തക്കണം. ആ കർത്താവ് ആ കുടുംബത്തെ സഹായിച്ചാട്ടെ. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു. ഹാലേലൂയ കർത്താവെ. ഈ സമയം കർത്താവ് മദ്യത്തിലും മയക്കുമരുന്നിന് കഴിയുന്ന ജീവിതങ്ങളെ ഓർക്കുക. അപ്പോൾ മാനസാന്തരം നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും കുടുംബമായി സമർപ്പിക്കുക. കർത്താവ് കരുണ കാണിക്കുമാറാകണമേ. ഹാലേലൂയ. നന്ദി പിതാവേ, സ്തോത്രം കർത്താവേ. ഈ സമയം ഹാലേലൂയ കർത്താവേ, ജോലി ചെയ്യുന്ന മക്കളെ സമർപ്പിക്കട്ടപ്പ. ആരോഗ്യത്തിലും സമാധാനത്തിലും ജോലി ചെയ്ത് നന്മ പ്രാപിക്കാൻ ഇടയാക്കണം. ബിസിനസ് ചെയ്യുന്ന മക്കളെ സമർപ്പിക്കുന്ന കർത്താവ്, എല്ലാ ബിസിനസ്സിലും കർത്താവ് കൂടെ ഇരിക്കണമേ. ഒരു കഷ്ടനഷ്ടം കൂടാതെ ജീവനും ഭക്തിക്കും വേണ്ട തൻ്റെ കുഞ്ഞുങ്ങൾക്ക് കരുതി ഒരുക്കേണ്ടത് അപ്പച്ചനാ കർത്താവെ. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഓരോ നിമിഷവും വേണ്ടുന്ന നന്മകളും അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ അപ്പച്ചൻ പകർന്നു കൊടുക്കണം. തെക്കു നിന്നും വടക്കു നിന്നും കിഴക്കു നിന്നും പടിഞ്ഞാറു നിന്നും തൻ്റെ മക്കൾക്ക് എല്ലാ നന്മകളും വന്നു ചേരട്ടെ. അവരുടെ ജീവിതത്തിൽ കർത്താവെ ഒരു നിരാശപ്പെട്ട് ഹാലലി ആയിത്തീരുവാൻ അനുവദിക്കരുതേ. കൊള്ള കണ്ടുകിട്ടിയവരെ പോലെ സന്തോഷിപ്പാൻ തക്കണം. ദൈവം അവരുടെ ബിസിനസ്സിനെ എടുത്ത് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതുവരെ ലഭിച്ചതുപോലെ പോരാ കർത്താവെ, പുതിയ അനുഗ്രഹങ്ങളാലും നന്മകളാലും ഓരോ മക്കളെയും നിറച്ചാട്ട്. ജോലി ചെയ്യുന്ന എല്ലാ മക്കളെയും ആരോഗ്യത്തിലും സമാധാനത്തിലും സൂക്ഷിക്കണം. എല്ലാ ഉപജീവനമാർഗ്ഗവും സ്വർഗ്ഗമൊന്ന് വാഴ്ത്തി അനുഗ്രഹിച്ച് മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വാഹനം ഓടിക്കുന്ന ഓരോ മക്കളെയും ഏൽപ്പിക്കുന്ന. എല്ലാ വാഹനാപകടങ്ങളിൽ നിന്നും എല്ലാവരെയും വിടുവിക്കണമേ. എൻ്റെ കർത്താവ് അവർക്ക് നല്ല ആലോചനക്കാരനായി നല്ല സഖിയായി കൂടെയിരുന്ന് നിൻ്റെ മക്കളെ വഴി നടത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം സ്തോത്രം. ചില നീറുന്ന വിഷയത്തിന് നടുവിലായിരിക്കുന്ന ജീവിതങ്ങളോട് കരുണ കാണിക്കണം. അവരുടെ വിഷയത്തിന്മേലൊക്കെയും കഴിഞ്ഞ നാളിൽ പരിഹാരമൊരുക്കിയ ദൈവം വീണ്ടും പ്രവർത്തിപ്പാൻ സർവശക്തനാണ്. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു. നാഥാ, സ്തോത്രം സ്തോത്രം കർത്താവേ. ഈ സമയം കർത്താവേ, ഹല്ലേലൂയ, അനാഥരെയും വിധവകളെയും രോഗികളെയും ദുഃഖിതരെയും സമർപ്പിക്കട്ടെ. വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിക്കട്ടെ. ഞങ്ങളുടെ യുവതി യുവാക്കന്മാരെ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കട്ടെ. ദൈവഭക്തിയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കാൻ ഇടയാക്കുമാറാകണം. ഭാവിയൊക്കെ സ്വർഗ്ഗം കരുതിക്കൊള്ളുമാറാകണം. അരുതാത്തതിലൊന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ അകപ്പെട്ടു പോകാൻ അനുവദിക്കില്ലെന്ന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളെ വിട്ട് വിദുരിതകളിലൊക്കെ ആയിരിക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് കൂടെ ഇരുന്ന് കൊള്ളണമേ കർത്താവേ. ഹല്ലേലൂയ. ശത്രു കാണാതെ ഇത്തക്കാട്ടുകളെ മറച്ചാട്ട് ദൈവമേ. സ്തോത്രം സ്തോത്രം കർത്താവേ. മാതാപിതാക്കളൊക്കെ ഇല്ലാത്ത കുഞ്ഞുങ്ങളുമൊക്കെ ഉണ്ടപ്പാ, അവരോട് കർത്താവ് കരുണ കാണിക്കണമേ. എൻ്റെ കർത്താവ് അവർക്ക് ആശ്വാസപ്രദനായി കൂടെ ഇരുന്നവരെ ആശ്വസിപ്പിച്ച് ധൈര്യത്തോടെ മുൻപോട്ട് പോകാൻ കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വേർപാടിൻ്റെ ദുഃഖത്തിലൊക്കെ ആയിരിക്കുന്ന കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന. അതെല്ലാ ഹൃദയവേദനയും സ്വർഗം എടുത്തു മാറ്റി ആശ്വാസം പകരണമേ. സകലതും നഷ്ടപ്പെട്ട് വഴുത്തിലക്കലെ ആയിരിക്കുന്നവരെ, പല വിധത്തിൽ നേറുന്ന വേദനകളിൽ കൂടി പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്നവരെ, രോഗാവസ്ഥകളിലായിരിക്കുന്നവരെ ഒക്കെ അടിയൻ സമർപ്പിക്കുന്ന. കർത്താവേ, സഹായിക്കണമേ കർത്താവേ. പ്രത്യേകിച്ച് ആശുപത്രി മുറികളിലും ഭവനങ്ങളിലും രോഗികളായി ഭാരപ്പെടുന്ന എല്ലാ പ്രിയ മക്കളെയും സമർപ്പിക്കുക. ഐസിയുലും സിസിയുലും വെന്റിലേറ്ററിലും കിടക്കുന്നവരെ ഏൽപ്പിക്കുന്നു. അതാ സൗഖ്യം കാത്ത് കിടക്കുന്നവരോട് കരുണ കാണിക്കണമേ.
കർത്താവെ, ക്യാൻസർ രോഗികളെ, കിഡ്നി രോഗികളെ, ഹാർട്ടിനും ലിവറിനും കുഴപ്പമുള്ളവരെ സമർപ്പിക്കുന്നു. തലയ്ക്കകത്ത് വേദനയാൽ മുഴയാൽ ഭാരമുള്ളവരുണ്ട്. ഉദരസംബന്ധമായ പല രോഗാവസ്ഥകളിൽ കൂടി കടന്നു പോകുന്നവരുണ്ട് കർത്താവ്. ഷുഗറും പ്രഷറും കൊളസ്ട്രോളും ഉള്ളവർ, ക്രിയാറ്റിനും യൂറിക് ആസിഡും ഉള്ളവർ, ശരീരമാസകല വേദനയും നീർക്കെട്ടുമുള്ളവർ, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവർ. ആമേൻ കർത്താവെ, സ്തോത്രം സ്തോത്രം കർത്താവെ, സ്തോത്രം. നീ ഞങ്ങൾക്ക് നല്ല വൈദ്യനാണ്, ഞങ്ങൾക്ക് നല്ല മരുന്നാണ്, നല്ല ആലോചനക്കാരനാണ്, നല്ല സഹിയ. ഭാരവിഷയത്തിൻ്റെ നടുവിലൊക്കെ സ്വർഗ്ഗം ഇറങ്ങണമേ, അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. സർജറി കഴിഞ്ഞ് വിശ്രമിക്കുന്നവരുണ്ട്, സർജറിക്കായിട്ട് ഒരുങ്ങുന്നവരുണ്ട്. എന്നാൽ എൻ്റെ സ്വർഗത്തിലെ ദൈവം സർജറി കൂടാതെ സൗഖ്യം തരുവാൻ കഴിവുള്ള ദൈവമാകിയാൽ കർത്താവെ, ആഗ്രഹത്തോടെ, ഭാരത്തോടെ, വേദനയോടെ, പ്രശ്നങ്ങളുടെ നടുവിലായിരിക്കുന്ന ജീവിതങ്ങൾക്ക് ആശ്വാസപ്രദനായി കൂടെ ഇരുന്ന് സൗഖ്യം കൽപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് കരുണ കാണിക്കണം, അത്ഭുതങ്ങളെ ചെയ്യണം, മാനിക്കണം. കിടക്കകളിലായിരിക്കുന്നവരെ എഴുന്നേൽപ്പിക്കുമാറാകണം, വീൽ ചെയറിലായിരിക്കുന്നവരെ എഴുന്നേൽപ്പിക്കുമാറാകണം, സ്വന്തം കാര്യം എതിർപ്പാൻ കൃപ കൊടുക്കുമാറാകണം. ഉച്ചമുതൽ ഉള്ളംകാല് വരെ അപ്പച്ചൻ തൊടുമാറാകണം, രക്തത്തെ ശുദ്ധീകരിക്കണം, സകല രോഗാണുവും നിർജീവമാകുമാറാകണം. കാലും നരിയാണി മറിച്ച് തുള്ളിയും ചാടിയും എൻ്റെ കർത്താവിനെ മഹത്വപ്പെടുത്തുന്ന ജീവിതങ്ങളായി മാറുവാൻ സ്വർഗം സഹായിക്കുമാറാകണം. അങ്ങ് തൊട്ടവരും അങ്ങേ തൊട്ടവരും വിടുതൽ പ്രാപിക്കാതെ പോയിട്ടില്ലല്ലോ ദൈവമേ. അങ്ങയുടെ പക്കൽ സൗഖ്യം ഇന്നുമുണ്ടല്ലോ. അഖിലിയാദിലെ സുഗന്ധ കുഴുവുമായി കടന്നു ചെല്ലുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം സ്തോത്രം കർത്താവേ. ഉറക്കമില്ലാത്ത ജീവിതങ്ങളുണ്ട് കർത്താവ്, പലതിനെ ചൊല്ലി വേദനിക്കുന്ന ജീവിതങ്ങളുണ്ട് കർത്താവേ. രാത്രികാലം നല്ല ഉറക്കവും ആശ്വാസവും കൊടുത്ത് സമാധാനത്തോട് ഉണർന്ന് കർത്താവിനെ മഹത്വപ്പെടുത്താൻ ഇടയാക്കണമെന്നും പ്രാർത്ഥിക്കുന്നു. ചുമയാല, പനിയാല, ശ്വാസതടസ്സത്താലൊക്കെ ഭാരപ്പെടുന്നവരുണ്ട് കർത്താവേ. അപ്പോൾ ആസ്മ രോഗികളുണ്ട്, അപ്പോൾ തൈറോയ്ഡ് ഉള്ളവരുണ്ട് കർത്താവേ. അലർജി ഉള്ളവരുണ്ട്, അപ്പോൾ ത്വക്ക് സംബന്ധമായ രോഗമുള്ളവരുണ്ട് കർത്താവേ. തൻ്റെ മക്കളുടെ മേൽ കരുണ കാണിക്കണം, അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം സ്തോത്രം സ്തോത്രം. എല്ലാം പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. ഹല്ലേലൂയ. സുവിശേഷ വേലകളെയും വേലക്കാരെയും ഓർക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, ഭരണകൂടങ്ങളെ സമർപ്പിക്കുന്നു, ഭരണകർത്താക്കളെ ഏൽപ്പിക്കുന്നു. കർത്താവെ, കൃത്യമായി സകല കാര്യം ചെയ്തെടുക്കാനും വിശ്വസ്തരായിരിക്കാനും ദൈവഭയത്തിലായിരിക്കാനും ഓരോ മക്കളെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ ഭവനത്തെ അനുഗ്രഹിക്കണമേ, അടിയങ്ങളോട് കരുണ തോന്നണമേ, പാപകൂടാൻ ജീപ്പാൻ സഹായിക്കണമേ. അങ്ങയുടെ ഇഷ്ടം ചെയ്യുന്ന മക്കളാക്കി ഞങ്ങളെ തീർക്കണമേ. ഹല്ലേലൂയ. കർത്താവ്, ഞങ്ങളുടെ കേരളത്തോട് മനസ്സലിയണമേ കർത്താവ്. ഞങ്ങളുടെ ഇന്ത്യ മഹാരാജ്യത്തോട് മനസ്സലിയണമേ. ഞങ്ങളുടെ ഗൾഫ് നാടുകളോട് മനസ്സലിയണമേ കർത്താവേ. അമേരിക്കൻ ഐക്യനാടിനോട്, ഏഷ്യ ഭൂഖണ്ഡത്തോട് കരുണ തോന്നണമേ കർത്താവേ. യുദ്ധങ്ങളാൽ ഭാരപ്പെടുന്ന ദേശങ്ങളുണ്ട് കർത്താവേ. നീ അവിടുന്ന് അത്ഭുതവാനായി കൂടെ ഇരിക്കണമേ അപ്പാ. സമാധാനം കൽപ്പിക്കണമേ കർത്താവേ. യുദ്ധത്തിന് അറുതി വരുത്തണമേ കർത്താവേ. സ്തോത്രം. ഹല്ലേലൂയ കർത്താവേ. യുദ്ധങ്ങളിൽ നിന്ന്, ക്ഷാമങ്ങളിൽ നിന്ന്, ഭൂകമ്പങ്ങളിൽ നിന്ന്, മഹാമാരിയും ജലപ്രളയത്തിൽ ഞങ്ങളെ വിടുവിച്ച് സമാധാനത്തോടെ പാർക്കുവാൻ സഹായിക്കണം കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്ന മക്കളാക്കി ഞങ്ങളെ ഓരോരുത്തരെയും തീർക്കുമാറാകണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ.